പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം. ഉത്തരം 1915 ജനുവരി 9. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഉത്തരം കൽക്കത്തയിൽ. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ജോലി എന്തായിരുന്നു? ഉത്തരം കത്തുകൾക്ക് മറുപടി അയക്കൽ. കൽക്കത്ത കോൺഗ്രസ് സമ്മേളന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർ ഫിറോസ് ഷാ മേത്ത. ആരുടെ ശുപാർശ പ്രകാരമാണ് ഗാന്ധിജി കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയം എന്തായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയെ പറ്റിയുള്ള പ്രമേയം. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച സംഘടനകളും സ്ഥാപനങ്ങളും ഏതെല്ലാമായിരുന്നു? ഉത്തരം സത്യാഗ്രഹ ആശ്രമം അഥവാ സബർമതി ആശ്രമം, നവജീവൻ പ്രകാശൻ മന്ദിർ, ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ, ഹരിജൻ സേവക് സംഘ്, വാർത്താ ആശ്രമം, മകൻവാദി സംഗ്രഹാലയ സമിതി. ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ആദ്യമായി ആശ്രമം തുടങ്ങിയത് എവിടെയായിരുന്നു? ഉത്തരം അഹമ്മദാബാദിലെ കോച്ചറബിൽ. ഏത് വർഷമാണ് ഗാന്ധിജി സത്യാഗ്രഹ ആശ്രമം ആരംഭിച്ചത്? ഉത്തരം 1915. ഗാന്ധിജിക്ക് ആശ്രമം നടത്തിപ്പിന് വേണ്ടി സൗജന്യമായി സ്ഥലം നൽകിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം ജീവൻലാൽ ദേശായി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ ആശ്രമത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 26. കോച്ചറബിലും പരിസര പ്രദേശങ്ങളിലും പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് സത്യാഗ്രഹ ആശ്രമം എവിടേക്കാണ് മാറ്റിയത്? ഉത്തരം സബർമതി നദിയുടെ തീരത്തേക്ക്. ഗാന്ധിജി ഏത് കുഷ്ഠരോഗിയെയാണ് ആശ്രമത്തിൽ ശുശ്രൂഷിച്ചത്? ഉത്തരം പർച്ചു ശാസ്ത്രി. ഗുജറാത്തിലെ സബർമതിയിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1917. സത്യാഗ്രഹ ആശ്രമം നദീതീരത്തേക്ക് മാറ്റിയപ്പോൾ പിന്നീട് അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം സബർമതി ആശ്രമം. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സുശീല നയ്യാർ. സബർമതി ആശ്രമത്തിലെ പ്രവർത്തനം എന്തായിരുന്നു? ഉത്തരം നെയ്ത്ത്. ഗാന്ധിജി നവജീവൻ പ്രകാശൻ മന്ദിർ സ്ഥാപിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം 1915. ഗ്രാമ സ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടത് എപ്പോഴാണ്? ഉത്തരം 1916 ഡിസംബർ 26. എവിടെ വെച്ചായിരുന്നു ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ. ഗാന്ധിജി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1916 ഫെബ്രുവരി 4. ഗാന്ധിജിയുടെ ഭാരതയാത്രാ പര്യടനം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം കൽക്കത്തയിൽ നിന്നും രാജ്കോട്ടിലേക്ക്. ഭാരതയാത്രാ സമയത്ത് ഗാന്ധിജി തീവണ്ടിയിൽ എത്രാം ക്ലാസ് യാത്രക്കാരനായിരുന്നു? ഉത്തരം 3ാം ക്ലാസ്. ഗാന്ധിജി നടത്തിയിരുന്ന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ പത്രം ഏതായിരുന്നു? ഉത്തരം യങ് ഇന്ത്യ. യങ് ഇന്ത്യ പത്രം ആരംഭിച്ച വർഷം? ഉത്തരം 1919 മെയ് 7.
ഏത് ആശയവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത്? ഉത്തരം ഗ്രാമവികസനം. ഏത് പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിച്ചത്? ഉത്തരം യങ് ഇന്ത്യ പത്രത്തിൽ ലേഖനം എഴുതിയതിന്. ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം അഹമ്മദാബാദ്. ഏത് ജഡ്ജിയെയാണ് ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി 6 വർഷക്കാലത്തേക്ക് ശിക്ഷിച്ചത്? ഉത്തരം ബ്രൂംഫീൽഡ്. ഗാന്ധിജി ഖാദിയെ ധരിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തത് എന്നാണ്? ഉത്തരം 1920 ഓഗസ്റ്റ് 31. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 1920. എത്ര വർഷമാണ് ഗാന്ധിജി അദ്ദേഹം സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ ചാൻസലറായിരുന്നത്? ഉത്തരം 19 വർഷം. ഗാന്ധിജി ഗുജറാത്ത് വിദ്യാപീഠം സ്ഥാപിച്ച വർഷം? ഉത്തരം 1920 ഒക്ടോബർ 18. ഗാന്ധിജി ഏത് വർഷമാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തത്? ഉത്തരം 1921. ഏത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു ഗാന്ധിജി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തിയത്? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. ഏത് വർഷമാണ് ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിച്ചത്? ഉത്തരം 1922 മാർച്ച് 18. ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപ സ്ഥാനം വഹിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ജോസഫ്. ഗാന്ധിജി യങ് ഇന്ത്യ പത്രത്തിൽ കേരളത്തിലെ ആദിവാസി വിഭാഗത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. ഏത് വിഭാഗത്തെ പറ്റിയാണ്? ഉത്തരം നായാടികൾ. രജിസ്റ്റർ ചെയ്യാതെ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച വാരിക ഏതായിരുന്നു? ഉത്തരം സത്യാഗ്രഹം. ഗവൺമെന്റിന്റെ ഓർഡറുകൾ ഉപേക്ഷിക്കുന്നതിനായി ഗാന്ധിജി സത്യാഗ്രഹ മാസിക തുടങ്ങിയത് ഏത് വർഷമാണ്? ഉത്തരം 1919. ഗാന്ധിജി ബോംബെയിലെത്തിയ ഉടനെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപക നേതാവിനെ കാണുവാൻ പൂനെയിലേക്ക് പോയി. ആരായിരുന്നു ആ നേതാവ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. രാജ്യത്തിലെ കരാർ തൊഴിലാളികൾക്കെതിരായ പൊതുപ്രചരണ പ്രസംഗ പരമ്പരയിലെ ഗാന്ധിജിയുടെ ആദ്യ പ്രസംഗം എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം ബോംബെ. ഗാന്ധിജി കോൺഗ്രസിലേക്ക് പ്രവേശിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം അമൃത്സർ. ഏത് വർഷം മുതലാണ് ഗാന്ധിജി തന്റെ തല മുണ്ടനം ചെയ്ത് ആർഭാടകരമായ വേഷങ്ങൾ ഒഴിവാക്കിയത്? ഉത്തരം 1921. വാരണാസിയിലെ ഗാന്ധി ആശ്രമം സ്ഥാപിച്ചത് എന്നാണ്? ഉത്തരം 1922. ഗാന്ധിജി സ്ഥാപിച്ച നവജീവൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? ഉത്തരം 1924. ഏത് സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ബെൽഗാം സമ്മേളനം. ഗാന്ധിജി ചർക്ക സ്ഥാപിച്ച വർഷം? ഉത്തരം 1925. ഗാന്ധിജി ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1925. ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷനിലെ ഓരോ അംഗവും നിർബന്ധമായും പാലിക്കേണ്ട കടമ എന്തായിരുന്നു? ഉത്തരം ഖദർ ധരിക്കുക. സൈമൺ കമ്മീഷനെ നിയമിച്ച വർഷം? ഉത്തരം 1927 നവംബർ 8. സൈമൺ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണ പരിഷ്കൃത സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഗാന്ധിജി സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ പറഞ്ഞതിന്റെ കാരണം? ഉത്തരം കമ്മീഷനിൽ ഭാരതീയരും ഉൾപ്പെടാത്തതിനാൽ.
സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരം ആരംഭിച്ച വർഷം? ഉത്തരം 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരത്തിന്റെ രക്തസാക്ഷിയായ പ്രമുഖ നേതാവ്? ഉത്തരം ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വട്ടമേശ സമ്മേളനം ചേരാമെന്ന വൈസ്രോയി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1929 ഒക്ടോബർ 31. ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1929. 1929 കൽക്കട്ടയിൽ വെച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു? ഉത്തരം വിദേശ വസ്ത്രം കത്തിച്ചതിന്. ദേശീയ വാരമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ്? ഉത്തരം 1930 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ. ഇന്ത്യയൊട്ടാകെ ഒരേ സമയം നിയമനിഷേധ സമരം ആരംഭിച്ചിരുന്നു. ഏതു ദിവസം ആചരിക്കാനാണ് ഗാന്ധിജി നെഹ്റുവിനോട് പറഞ്ഞത്? ഉത്തരം 1930 ഏപ്രിൽ 6. ഗാന്ധിജിയുടെ മഹത്തായ ഹരിജനോദ്ധാരണ പര്യടനം തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ഉത്തരം വാർധ. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പര്യടനം അവസാനിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം വാരണാസി. ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ഗാന്ധിജി ആരംഭിച്ച സംഘടന? ഉത്തരം അഖിലേന്ത്യാ ഹരിജൻ സമാജം. ഹരിജൻ എന്ന വാക്ക് എവിടെ നിന്നാണ് ഗാന്ധിജി സ്വീകരിച്ചത്? ഉത്തരം ഗുജറാത്തിലെ ദേശീയ കവിയായ നരസിംഹ മേത്തയുടെ കവിതയിൽ നിന്ന്. കവിതയിൽ ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഉത്തരം ദൈവത്തിന്റെ മക്കൾ. അഖിലേന്ത്യാ ഹരിജൻ സമാജം ആരംഭിച്ച വർഷം? ഉത്തരം 1932. ഐത്തോച്ചാടന പ്രസ്ഥാനത്തിനു വേണ്ടി ഗാന്ധിജി ആരംഭിച്ച പത്രം? ഉത്തരം ഹരിജൻ. ഹരിജൻ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? ഉത്തരം 1933. ഗാന്ധിജി ഏതൊക്കെ ഭാഷകളിലാണ് ഹരിജൻ പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയത്? ഉത്തരം ഹിന്ദി, ഗുജറാത്തി, ഇംഗ്ലീഷ്, ഉറുദു. എത്ര വർഷത്തെ പത്രപ്രവർത്തന പാരമ്പര്യമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്? ഉത്തരം 30 വർഷത്തെ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് എന്നാണ്? ഉത്തരം 1934. ഗാന്ധിജി തന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിച്ച മാതൃക എന്തായിരുന്നു? ഉത്തരം ആശ്രമ ജീവിതം. ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത് എന്നാണ്? ഉത്തരം 1935 ഒക്ടോബർ 22. സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്രയിലെ വാർധയിൽ. ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? ഉത്തരം വാർധ പദ്ധതി. ഗാന്ധിജി ആദ്യമായി ഹിമാലയൻ അബദ്ധം എന്ന പ്രയോഗം പറഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരം നാദിയാഡ്. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹ്യ സംഘടന ഏതാണ്? ഉത്തരം നാഷണൽ സർവീസ് സ്കീം. ഖാദി ഉൽപാദനത്തിനായുള്ള ചർക്ക എവിടെ നിന്നാണ് ഗാന്ധിജി കണ്ടെത്തിയത്? ഉത്തരം ബറോഡയിലെ ബീജാപൂരിൽ നിന്ന്. ചർക്ക കണ്ടെത്തി ഗാന്ധിജിക്ക് സമ്മാനിച്ചത് ആരായിരുന്നു? ഉത്തരം ഗംഗാബഹൻ. ഭാരതീയർ ഗാന്ധിജിയെ സ്നേഹ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം ബാപ്പു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കിയിരുന്നു. ഏതു പേരിലാണ് ആ ലഘുലേഖകൾ തയ്യാറാക്കിയിരുന്നത്? ഉത്തരം ഗ്രീൻ പാംലെറ്റ്. ഗ്രീൻ പാംലെറ്റ് പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1896 ഓഗസ്റ്റ് 14. 1920 ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി
കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്. അവസാനം വരെ ഉറച്ചു നിൽക്കുക, സഹനമാണ് നമുക്കുള്ള പരിഹാരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഏത് ജയിലിൽ നിന്നാണ് ഈ സന്ദേശം ജനങ്ങൾക്ക് അയച്ചത്? ഉത്തരം വോൾക്രസ്റ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനോട് ഇന്ത്യൻ വിവാഹ നിയമം പാസാക്കുവാൻ വാദിച്ചു എങ്കിലും വെറുതെയായി. അതിന്റെ ഫലമായി സ്ത്രീ സത്യാഗ്രഹത്തിന് രൂപം നൽകി. അവർ എത്ര ബാച്ചുകളായാണ് നീങ്ങിയത്? ഉത്തരം 16. സീറൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ത്യക്കാരിൽ വലിയ നിരസമുളവാക്കുകയും വമ്പിച്ച പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആ തീരുമാനം എന്തിനെ പറ്റിയുള്ളതായിരുന്നു? ഉത്തരം ഇന്ത്യൻ വിവാഹങ്ങൾ നിരാകരിക്കൽ. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ആരായിരുന്നു സത്യാഗ്രഹികളായി മാർച്ച് ചെയ്ത ആർമിക്ക് നേതൃത്വം നൽകിയത്? ഉത്തരം WSL പൊളാക്ക്. ഇന്ത്യൻ റിലീഫ് ആക്ട് ഒന്നാമത്തെ ദക്ഷിണാഫ്രിക്കൻ നിയമസഭ ഇന്ത്യക്കാരുടെ പരാതികളിലൂടെ തടവുകാരെ വിട്ടയക്കുവാൻ തീരുമാനിച്ചു. 1914 ഏതു മാസത്തിലായിരുന്നു ഇത്? ഉത്തരം ജൂൺ മാസം. ദക്ഷിണാഫ്രിക്കയിലെ സമര പരിപാടിയുടെ പര്യവസാന ശേഷം ഗാന്ധിജി ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. സഹയാത്രികർ ആരൊക്കെയായിരുന്നു? ഉത്തരം H. കലൻബക്ക്, കസ്തൂർബ. ജർമ്മൻകാരനായിരുന്ന കലൻബക്കും ഗാന്ധിജിയും സുഹൃത്തുക്കളായത് എവിടെ വെച്ചാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി മൂന്നാമതായി ദക്ഷിണാഫ്രിക്കയിൽ പോയ വർഷം? ഉത്തരം 1902 നവംബർ 20. മൂന്നാം തവണ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തി ആരാണ്? ഉത്തരം മകൻലാൽ ഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജി സഹന സമര മുന്നണി രൂപീകരിച്ച വർഷം? ഉത്തരം 1906. ദക്ഷിണാഫ്രിക്കയിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ട പ്രതിരോധ സമരത്തിലാണ് പിന്നീട് സത്യാഗ്രഹം എന്ന പേരിൽ പ്രശസ്തമായ തന്റെ സമരരീതി ഗാന്ധിജി ആദ്യമായി പ്രയോഗിച്ചത്? ഉത്തരം ഏഷ്യാറ്റിക് നിയമ ഭേദഗതി. ഗാന്ധിജിക്ക് ട്രാൻസ്വാളിൽ പ്രവേശിക്കാനുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നിട്ടും ആരാണ് ഗാന്ധിജിയുടെ പെർമിറ്റിനെ തള്ളിക്കളഞ്ഞത്? ഉത്തരം ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഗുണഭോക്താവ് ആരായിരിക്കണം? ഉത്തരം സമൂഹത്തിലെ ഏറ്റവും ദുർബലൻ. സത്യാഗ്രഹ സമരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താനായി ഗാന്ധിജി തന്റെ വക്കീൽ പ്രാക്ടീസ് ഉപേക്ഷിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1910. ഗാന്ധിജി പ്രാക്ടീസ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം എത്രയായിരുന്നു? ഉത്തരം 5000 മുതൽ 6000 പൗണ്ട് വരെ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിൽ ക്രൈസ്തവ മിത്രങ്ങളിൽ കുടുംബാംഗത്തെ പോലെ ബന്ധപ്പെട്ടിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ ജനറൽ മിഷന്റെ തലവനായ വ്യക്തി ആരാണ്? ഉത്തരം സ്പെൻസർ വാൾട്ടൺ. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ച് ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1914 ജൂലൈ 1. ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം 1914 ജൂലൈ 1. ഗാന്ധിജി 1914 ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് എങ്ങോട്ടാണ് പോയത്? ഉത്തരം ഇംഗ്ലണ്ടിലേക്ക്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതുവരെ ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനിൽ വഹിച്ചിരുന്ന പദവി എന്താണ്? ഉത്തരം ഓണററി സെക്രട്ടറിയും ലീഗൽ അഡ്വൈസറും. ഗാന്ധിജി ഏത് ഇന്ത്യൻ മാസികയിലാണ് ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി എഴുതിയത്? ഉത്തരം ദ പയനിയർ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു?
ഉത്തരം 5. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി മടക്കയാത്ര നടത്തിയ കപ്പൽ. ഉത്തരം SS പൈഗോള എന്ന യാത്രാക്കപ്പൽ.